ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ അടുക്കളപ്പണി തുടങ്ങുകയാണ് കേട്ടോ. ഇന്നത്തെ അടുക്കളപ്പണി അടുക്കളയിലും കൂടിയാണ് കേട്ടോ. ആദ്യം വിറകടുപ്പിൽ ചാരം ഒക്കെ ഒന്ന് വാരിയിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ദേ അടുപ്പിൽ ചാരമൊക്കെ അടുപ്പിലെയും ചാരമൊക്കെ വാരിയിട്ടുണ്ട്. പിന്നെ അടുപ്പിൻ്റെ സൈഡിലൊക്കെ ഒന്ന് അടിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നാൽ രാത്രി ഞാൻ അടിച്ചിട്ടതാണ്, എന്നാലും ഒന്നും കൂടി ചാരം വാരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ ചാരമൊക്കെ വാരി പിന്നെ ഇതേ രണ്ടടുപ്പിലും തീ പിടിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് അപ്പവും കിഴങ്ങറിയാണ് കേട്ടോ. അപ്പോൾ കിഴങ്ങ് വേവിക്കാനായിട്ട് ഒരടുപ്പിൽ കിഴങ്ങ് വേവിക്കാൻ വെക്കുവാണ് കേട്ടോ. മറ്റേ അടുപ്പിൽ ഒരു കൊല്ലം ചൂടുവെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. കുടിക്കാനുള്ള വെള്ളമാണ്. അങ്ങനെ പുറത്തടുപ്പിലെ പണിയൊക്കെ പണി കഴിഞ്ഞില്ല, കുറച്ച് പണി കഴിഞ്ഞു. ഇനി അകത്തടുക്കളയിലാണ് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് പാത്രങ്ങൾ ഇന്നലെ രാത്രി കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പുറത്ത് കൊണ്ടുപോയി വെച്ച് വെള്ളം ഒഴിച്ചിടുവാണ് കേട്ടോ കുതിരാനായിട്ട്. പിന്നെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. അടുക്കളയും കൂടി ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇന്നലെ രാത്രി ഇന്ന് അപ്പമാണ് കേട്ടോ. അപ്പോൾ അപ്പത്തിനുള്ള അരി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 കപ്പ് പച്ചരിയും പിന്നെ 1 കപ്പ് ചോറും 2 സ്പൂൺ പഞ്ചസാരയും 1.5 സ്പൂൺ ഈസ്റ്റും കൂടി അരമുറി തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരി കഴുകി എടുത്തതിന് ശേഷം കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടത്. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അരി അരക്കാനായിട്ട് മിക്സി കൊണ്ടുപോയി പുറത്തടുപ്പിൽ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളം എടുത്ത് വേറൊരു കലത്തിലേക്ക്, കുടിക്കാനായിട്ട് വെള്ളം വെക്കുന്ന കലത്തിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു. എന്നിട്ട് ഞാൻ അരി ഇടാനുള്ള വെള്ളം കൂടി വെച്ച് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാവ് അരച്ചെടുക്കുവാണ്. മാവ് അരച്ചെടുത്ത ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റി കൈ കൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചെടുത്തപ്പോൾ തന്നെ മാവ് നല്ല ഒരുവിധം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ശരിക്കും ഇത് നമ്മൾ രാത്രി അരച്ച് വെക്കുന്നതിനേക്കാൾ മാവ് നല്ലപോലെ പൊങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ മാവ് അരച്ച് വെച്ചതിന് ശേഷം ചായക്കുള്ള വെള്ളം വെച്ചു. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടു. അങ്ങനെ ഇത് ചായക്ക് വെള്ളം വെച്ചതിന് ശേഷം ഞാൻ പാത്രം കഴുകാനായിട്ട് പോയിട്ടോ. പാത്രം എല്ലാം കഴുകിക്കൊണ്ടുവന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്ക് റെഡിയാക്കാനായിട്ട് അതിനുള്ള വെള്ളം എടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട റാഗിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ. ഇപ്പോൾ ഇത് അമൃതം പൊടി കഴിഞ്ഞിരിക്കുവാണേ. അപ്പോൾ റാഗിപ്പൊടിയും കൊണ്ടാണ് കേട്ടോ കുറുക്കുണ്ടാക്കുന്നത്. അപ്പോൾ പൊടിയൊന്ന് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി അതിലേക്ക് കുറച്ച് പനങ്കൽക്കണ്ടവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ സവാളയും പച്ചമുളകൊക്കെ. അപ്പോൾ അതെടുത്ത് വെക്കുമ്പോഴത്തേക്കും അരി ഇടാനുള്ള വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് നല്ലപോലെ ഒന്ന് കൂട്ടി വെച്ച് നല്ലപോലെ കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ. പിന്നെ ആ പാത്രം ഒന്ന് തേച്ച് കഴിയുന്നതിന് ശേഷം അതിലേക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള വെള്ളവും കൂടി വെച്ചു. അത് ഞകത്ത് വന്നപ്പോഴേക്കും കുറുക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ടും അതൊന്ന് അരിച്ച് വേറെ പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ആ പാത്രം അപ്പം തന്നെ കഴുകി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് രാവിലെ വാതിൽ തുറക്കുമ്പോൾ തന്നെ അത് അവനകത്ത് കയറും കേട്ടോ. എൻ്റെ പുറകെ നടക്കുവാണ്. അപ്പോൾ ഞാൻ ചായ ആറാനായിട്ട് മോനും എനിക്കും ഒഴിച്ചു വെച്ചു. അപ്പോഴേക്കും കുഞ്ഞും മോനും ഒക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവളെ എടുത്തു. അപ്പോഴേക്കും മോളും മകിലൊക്കെ വന്നു കേട്ടോ. പിന്നെ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കിഴങ്ങറി ഉണ്ടാക്കാനുള്ള സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ മോൻ പല്ല് തേക്കാനായിട്ട് പോവുകയാണ്.
അങ്ങനെ ഞാൻ സവാള പച്ചമുളക് ആദ്യം തന്നെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഒരു ബോക്സിൽ എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ സവാള പൊളിച്ച് എടുത്തു. പിന്നെ കിഴങ്ങ് വേവിച്ചതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു കേട്ടോ. എന്നിട്ട് സവാള അരിഞ്ഞെടുക്കുവാണ്. പിന്നെ അതൊന്ന് കിഴങ്ങൊന്ന് ഇടിയല്ലിൻ്റെ ആ കല്ല് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കിഴങ്ങറി റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കിഴങ്ങറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ മോള് വരാൻ നേരത്ത് കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് നോക്കണം. അപ്പോൾ ചട്ടിയിലേക്ക് ഇട്ടു കേട്ടോ. അയിലയാണ്. അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. പിന്നെ അപ്പവും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പവും കിഴങ്ങറിയും റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് എടുത്ത് വെക്കുവാണ് കേട്ടോ. ചായയും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണേ. അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് വാർത്തിടുവാണ് കേട്ടോ. പിന്നെ അടുപ്പിൻ്റെ സൈഡൊക്കെ ഒന്ന് ചാരം വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട്. പിന്നെ തുണി അലക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പുറത്ത് വിരിച്ചിടണം കേട്ടോ. അങ്ങനെ ഇത് തുണിയൊക്കെ മിഷ്യത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിരിക്കാൻ പോവാണ് കേട്ടോ. പോകാൻ നേരത്ത് അടുക്കള വാതിൽ അടക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ ആ പൂച്ച കയറി വരും. അങ്ങനെ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അയില വെട്ടാൻ പോവാണ് കേട്ടോ. ഇനി അയില വെട്ടി വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഉച്ചക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി കറി മാത്രം വെച്ചാൽ മതി. അങ്ങനെ മീൻ അയില വെട്ടി കഴുകി വെച്ചതിന് ശേഷം ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.